ഹായ് ഫ്രണ്ട്സ്, സോളറൈസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് സൺസോളാർ എന്ന കമ്പനിയുടെ ഒരു സോളാർ ബാറ്ററിയാണ്. ഇതൊരു 20Ah കാറ്റഗറിയിൽ പെടുന്ന ഒരു ബാറ്ററിയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് ഓർഡർ ചെയ്തത്. ഏകദേശം 2 ആഴ്ചയോളം എടുത്ത് എനിക്കിത് ഡെലിവറി ചെയ്ത് കിട്ടാനായിട്ട്. പാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വളരെ നല്ലൊരു പാക്കിങ്ങിൽ തന്നെയാണ് നമുക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വാർണിംഗ് സ്റ്റിക്കർ കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി ബോക്സ് ചെറുതായിട്ടൊന്ന് വെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാറ്ററി വാട്ടർ ലീക്ക് ആവാനാണ് ചാൻസ്. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബാറ്ററിയുടെ ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എല്ലാം അവരതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. 60 months ആണ് ഇതിന് കമ്പനി വാറണ്ടി നൽകിയിട്ടുള്ളത്. ഇതൊരു C10 കാറ്റഗറിയിൽ പെടുന്ന സോളാർ ട്യൂബുലാർ ബാറ്ററിയാണ്. ഇത് സൺസോളാറിൻ്റെ പവർ പ്ലസ് സീരീസിൽ പെടുന്ന ഒരു ബാറ്ററിയാണ്. ZR20Ah ആണ് അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ യൂസർ മാനുവലും കാണാം. അതുപോലെ തന്നെ ഒരു ബാറ്ററി ജെൽ കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ബാറ്ററികൾക്കൊന്നും ഇത് കിട്ടാറില്ല. എനിവേ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ബാറ്ററി ടെർമിനൽസ് കണക്ട് ചെയ്യാനുള്ള നട്ടും ബോൾട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാക്കേജിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ നല്ല ഒരു പാക്കേജിങ്ങിൽ തന്നെയാണ് നമുക്ക് പ്രോഡക്റ്റ് ഡെലിവറി തരുന്നത്. ബാറ്ററി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ ബാറ്ററി വാട്ടർ സ്പ്രെഡ് ആയിട്ടുള്ളത് കാണാം. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ബാറ്ററിയുടെ ഫ്രണ്ടിൽ തന്നെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ ടോപ്പ് സൈഡിലായിട്ട് 2 ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബാറ്ററി ടെർമിനൽസ് പ്ലാസ്റ്റിക് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് തുറന്നു നോക്കാം. ഫ്രണ്ടിലായിട്ട് തന്നെ അവരുടെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവർ തന്നിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഒരു സ്പെസിഫിക്കേഷൻ ചാർട്ട് കൂടി തന്നിട്ടുണ്ട്. അവരുടെ പല കാറ്റഗറീസ് പെടുന്ന ബാറ്ററിയും അതിൻ്റെ വോൾട്ടേജും അതിൻ്റെ കറണ്ട് റേറ്റിംഗും ആണ് അവരതിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി സെൽസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ വാട്ടർ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ സെല്ലിനകത്ത് ബാറ്ററി വാട്ടർ കുറവായിട്ടാണ് കണ്ടത്. രണ്ട് സെൽസ് ഒഴികെ ബാക്കി എല്ലാ സെൽസിനകത്തും ബാറ്ററി വാട്ടർ ഫുള്ളായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യണം. ഞാനിത് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഏകദേശം 20-25 രൂപയ്ക്ക് നമുക്കിത് പുറത്ത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് കിട്ടും. വാട്ടർ കുറവായി കണ്ട 2 സെൽസിലാണ് നമ്മളിപ്പോൾ ബാറ്ററി വാട്ടർ ഫില്ല് ചെയ്യുന്നത്. ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബാറ്ററി വാട്ടർ അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ ബാറ്ററി വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം.
ഏകദേശം 12.11 റേഞ്ചിലാണ് നമുക്കിതിൻ്റെ ബാറ്ററി വോൾട്ടേജ് നിലവിലുള്ളത്. ബാറ്ററി ഓൾമോസ്റ്റ് ഫുള്ളി ചാർജ്ഡ് ആണ്. ഈ ബാറ്ററി വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം.